നമസ്കാരം. ദക്ഷിണ ഇസ്രയേലിൽ 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഫലസ്തീൻ ഭീകര സംഘടനയുടെ നേതാവിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം. ഫലസ്തീൻ മുജാഹിദീൻ പ്രസ്ഥാനത്തെയും സായുധ വിഭാഗമായ മുജാഹിദീൻ ബ്രിഗേഡിനെയും നയിച്ചിരുന്ന അസദ് അബു ഷരിയയെ വധിച്ചതായിട്ടാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഗസയിൽ ഹമാസുമായി സഹകരിക്കുന്ന ചെറു ഗ്രൂപ്പായ മുജാഹിദീൻ ബ്രിഗേഡിന്റെ തലവനാണ് അസദ് അബു ഷരിയ. ഗ്രൂപ്പിലെ മുതിർന്ന പ്രവർത്തകനായ മഹ്മൂദ് കാഹിലും നഗരത്തിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗാസ മുനമ്പിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലുമാണ് മുജാഹിദീൻ ബ്രിഗേഡുകൾ പ്രവർത്തിക്കുന്നത്. അസദ് അബു ഷരിയയുടെയും മഹ്മൂദ് കഹീലിന്റെയും മരണം മുജാഹിദീൻ ബ്രിഗേഡുകൾ സ്ഥിരീകരിച്ചു. അസദ് അബു ഷരിയയെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ 30-ലധികം പേർ മരിച്ചതായി ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മഹ്മൂദ് കഹീലിനെ കൊലപ്പെടുത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും മറ്റ് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. ഇസ്രയേലിന്റെ ഷിൻബെറ്റ് സുരക്ഷാ ഏജൻസിയുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനിലാണ് ഷരിയയെ വധിച്ചത്. അസദ് അബു ഷരിയയുടെയും സഹോദരൻ അഹമ്മദ് അബു ഷരിയയുടെയും മരണം സംഘടനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗാസ സിറ്റിയിലെ സബ്ര മേഖലയിലുള്ള ഷരിയയുടെ കുടുംബ വീട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി സിവിൽ ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കുറഞ്ഞത് 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള അൽ അക്സ TV റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്ടോബർ 7 അതിക്രമിച്ചു കയറിയ ഭീകര നേതാക്കളിൽ ഒരാളായിരുന്നു ഷരിയയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഹമാസിനും മറ്റ് ഫലസ്തീൻ ഭീകരവാദ ഗ്രൂപ്പുകൾക്കുമൊപ്പം മുജാഹിദീൻ ബ്രിഗേഡ്സും ഒക്ടോബർ 7 നടന്ന ആക്രമണങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഗസ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് നയിച്ച ഈ ക്രൂരമായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ഷിരി എന്ന സ്ത്രീയെയും മക്കളായ ഏരിയൽ, കിഫിർ, ബിബാസ് എന്നിവരെയും ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിൽ ഷരിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചു. 9 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കിഫിർ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടു പോകപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദിയും കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുമായിരുന്നു. ഏരിയലിന് 4 വയസ്സും ഷെരിക്ക് 32 വയസ്സുമായിരുന്നു പ്രായം. ഇവരുടെ ഭർത്താവ് യാർഡിനെയും ബന്ദിയാക്കിയിരുന്നുവെങ്കിലും 484 ദിവസത്തെ തടവിന് ശേഷം ഫെബ്രുവരിയിൽ ജീവനോടെ വിട്ടയച്ചു. ഇസ്രായേലി അമേരിക്കൻ ദമ്പതികളായ ഗാഡ് ഹഗായിയെയും ജൂഡിലിൻ വൈൻസ്റ്റീൻ ഹഗായിയെയും തട്ടിക്കൊണ്ടുപോയതിലും കൂടാതെ തായ് പൗരനായ നട്ടപ്പോങ് പിഞ്ചയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിലും ഷാരിക്ക് പങ്കുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇസ്രായേൽ അധിനിവേശത്തെ ചെറുക്കുക, സായുധ പോരാട്ടത്തിലൂടെ ഫലസ്തീൻ സ്വാതന്ത്ര്യം നേടുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് 1970കളുടെ തുടക്കത്തിൽ മുജാഹിദീൻ ബ്രിഗേഡുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ഹമാസുമായി പതിവായി സഹകരിക്കുന്ന ഇവർ ചെറിയ ആയുധങ്ങൾ, റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ, പ്രാദേശികമായി നിർമ്മിച്ച ഹ്രസ്വദൂര റോക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. അതേസമയം ഗസ നഗരത്തിലെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള താമസക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ ഉത്തരവ് നൽകിയിരുന്നു ഇസ്രായേൽ സൈന്യം. ആക്രമണത്തിന് മുന്നോടിയായി ജനങ്ങളെ ഒഴിപ്പിക്കുന്നു എന്നതായിരുന്നു ഇസ്രായേൽ വ്യക്തമാക്കിയത്. മുസ്ലിമുകളുടെ പ്രധാന മതപരമായ ഉത്സവങ്ങളിലൊന്നായ ഈദ് അൽ അദ്ഹ അവധി ദിനത്തിന്റെ തുടക്കത്തിലായിരുന്നു ഒഴിപ്പിക്കൽ ഉത്തരവുമായി സൈന്യം രംഗത്ത് വന്നത്. ആക്രമണത്തിന് മുമ്പുള്ള അന്തിമവും അടിയന്തരമായ മുന്നറിയിപ്പാണിതെന്നായിരുന്നു സൈനിക വക്താവായ അവിജയ് അദ്രൈ പറഞ്ഞത്. റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന എല്ലാ മേഖലകളിലും സൈന്യം ആക്രമണം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഹമാസിനെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ സൈന്യം അടുത്തിടെ ഗാസയിൽ ശക്തമാക്കിയിട്ടുണ്ട്. 2023 ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണമാണ് യുദ്ധത്തിന് കാരണമായതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം. കഴിഞ്ഞ ആഴ്ചകൾ മുതൽ വെടിനിർത്തലിനുള്ള ആഹ്വാനങ്ങൾക്കായി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ വർദ്ധിച്ചു വരികയാണ്. ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ചർച്ചകളിൽ ഏർപ്പെടാൻ ഫലസ്തീൻ ഇസ്ലാമിക് ഗ്രൂപ്പ് തയ്യാറാണെന്ന് ഹമാസിന്റെ പ്രധാനിയായ ഖലീൽ അൽ ഹയ വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മാസം അവസാനം ഇസ്രായേലും ഹമാസും ഒരു കരാറിലെത്താൻ പോകുന്നതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ US പിന്തുണയുള്ള നിർദ്ദേശം തള്ളിക്കളയുകയാണെന്ന നിലപാടിൽ ഇരുപക്ഷവും എത്തിയതോടെ ഈ കരാർ അനിശ്ചിതത്തിലാവുകയായിരുന്നു. 2 മാസത്തിലേറെ നീണ്ട ഉപരോധം ഭക്ഷണത്തിന്റെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും വ്യാപകമായ ക്ഷാമത്തിലേക്ക് നയിച്ചതിനെ തുടർന്ന് ഗാസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കണമെന്ന ആവശ്യമുയർന്നു. ഇതോടെ ഇസ്രായേൽ സമ്മർദ്ദത്തിലായി. തുടർന്ന് ഉപരോധം ലഘൂകരിക്കുകയായിരുന്നു.